നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ മോണിറ്റൈസ്ഡ് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം കുറച്ച് പൈസയും അക്കൗണ്ടിൽ വന്നതിന് ശേഷം യൂട്യൂബ് മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ നമുക്ക് മോണിറ്റൈസേഷനിലൂടെ കിട്ടിയ പൈസ പോലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാതെ ആഡ്സെൻസിലും യൂട്യൂബ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം പല അക്കൗണ്ടുകളിലും നടക്കുന്നുണ്ട്. പേഴ്സണലി എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരുന്നുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ ഒരു ഇഷ്യൂ നിങ്ങളുടെ ചാനലിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്കോടെ ചെയ്തേക്കുക. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, യൂട്യൂബിൽ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആകുന്നതിന് മുമ്പ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഇഷ്യൂ നമ്മുടെ ചാനലിൽ വരാം, മോണിറ്റൈസ് ആയതിനു ശേഷവും വരാം. ചിലരുടെ വിചാരം മോണിറ്റൈസ് ആയതിനു ശേഷം റീയൂസ്ഡ് കണ്ടന്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല എന്നാണ്. പക്ഷെങ്കിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണെങ്കിലും നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഇഷ്യൂ നിങ്ങളുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു അറിയോ? ഇപ്പം കുറേ റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ ഇട്ട് കുറേ പൈസ മോണിറ്റൈസ് ചെയ്ത് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അതിനുശേഷം ആ പൈസ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിലോട്ട് ട്രാൻസ്ഫർ ആയി. ആ ട്രാൻസ്ഫർ ആയതിനു ശേഷം നമ്മുടെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ് അങ്ങ് ഡിസേബിൾ ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ഗൂഗിൾ ആഡ്സെൻസിലോട്ട് പോയിട്ടുള്ള ആ ഒരു പൈസ ഉണ്ടല്ലോ, അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടുമായിരുന്നു. പക്ഷെങ്കിൽ ഇനി അങ്ങനെ കിട്ടത്തില്ല. യൂട്യൂബ് അവിടെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് യൂട്യൂബിൽ നിന്നും ആഡ്സെൻസിലോട്ട് ട്രാൻസ്ഫർ ആയ പൈസയാണെങ്കിൽ പോലും റീയൂസ്ഡ് കണ്ടന്റ് വന്നാണ് നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ആ പൈസ യൂട്യൂബ് ആഡ്സെൻസിൽ ഹോൾഡ് ചെയ്യും. നേരത്തെ അത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ യൂട്യൂബ് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ചിന്തിച്ച് സ്മാർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്തിരിക്കുകയാണ്. റീയൂസ്ഡ് കണ്ടന്റ് വെച്ചുണ്ടാക്കിയ പൈസ കൊടുക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു മാറ്റം കൂടെ വന്നിട്ടുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വീണ്ടും നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി റീഅപ്ലൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് വന്നെന്ന് പറഞ്ഞ് നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടു എന്നല്ല അതിന്റെ അർത്ഥം. ആ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 ഡേയ്സിന് ശേഷം നമുക്ക് റീഅപ്ലൈ ചെയ്യാനുള്ള ഒരു സൗകര്യം യൂട്യൂബ് തരുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ അവിടെയും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും മോണിറ്റൈസേഷൻ റീയൂസ്ഡ് കണ്ടന്റ് കാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീഅപ്ലൈ ചെയ്യാൻ ഇനിയും 90 ഡേയ്സ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 3 മാസത്തിന് ശേഷമേ നമുക്ക് റീഅപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ ആദ്യം എൻ്റെ ഒരു ചാനലിന്റെ കാര്യം പറഞ്ഞില്ലേ, ഏകദേശം 1 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള ചാനലാണ്. ആ ചാനലിൽ കുറച്ച് റീച്ച് ഒക്കെ ഉള്ള ചാനലാണ്. അപ്പം ഞാൻ എന്തെടുത്ത് ചാനൽ മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്ന് എനിക്ക് ഏണിംഗ്സും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏണിംഗ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ ചാനലിന്റെ മോണിറ്റൈസേഷൻ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ് യൂട്യൂബ് കളയുന്നത്. റീയൂസ്ഡ് അപ്പം ഞാൻ വിചാരിച്ചു ആ പൈസ ബാലൻസ് കിടക്കുന്ന യൂട്യൂബിൽ കിടക്കുന്ന പൈസ ആഡ്സെൻസിലോട്ട് ട്രാൻസ്ഫർ ആവും, ആ പൈസയെങ്കിലും കിട്ടുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേങ്കിൽ നല്ലൊരു എമൗണ്ട് നേരെ ആഡ്സെൻസിൽ വന്ന് അവിടെ ഹോൾഡായി. ആ പൈസ 3 മാസം കഴിഞ്ഞു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആ ചാനലിൻ്റെ റീയൂസ്ഡ് കണ്ടന്റ് മാറാനായിട്ട് റീഅപ്ലൈ ചെയ്യാനുള്ള സമയമായിരുന്നു. 90 ഡേയ്സ് കഴിഞ്ഞ് റീഅപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി. കാരണം ഞാൻ ആ ചാനലിൽ നിന്ന് കുറേ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്തൊന്ന് സെറ്റ് ആക്കിയിട്ടാണ് റീഅപ്ലൈ ചെയ്തത്. എന്നിട്ടും യൂട്യൂബ് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്തു. അപ്പം ഇനി എപ്പം ആ ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാമെന്ന് എനിക്കറിയത്തില്ല. ഇനി ആ ചാനലിലുള്ള ഒരുപാട് വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം വീണ്ടും 3 മാസത്തിന് ശേഷം റീഅപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും എനിക്ക് ആ ഒരു എമൗണ്ട് ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തിരിച്ച് കിട്ടുമോ എന്നുള്ളതിൽ വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ആ എമൗണ്ട് റീയൂസ്ഡ് കണ്ടന്റ് ഇട്ട് നമ്മൾ ഉണ്ടാക്കിയ പൈസയാണെന്നാണ് യൂട്യൂബ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ വീണ്ടും റീമോണിറ്റൈസ് ആയാലും ആ എമൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇനി അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് വല്ലതും വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ റീയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. അത് ചിലപ്പം കുറച്ച് ദിവസം നമ്മൾ പ്രശ്നമൊന്നുമില്ലാതെ മുമ്പോട്ട് പോയാലും നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ഉറപ്പായിട്ടും അടിച്ചു കളയും. അത് പേഴ്സണലി ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, റീയൂസ്ഡ് കണ്ടന്റിനെ പേടിക്കുക തന്നെ വേണം. റീയൂസ്ഡ് കണ്ടന്റ് ഇടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. മറക്കാതെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഈ റീയൂസ്ഡ് കണ്ടന്റ്, എന്താണ് നമ്മുടെ വീഡിയോകളിൽ ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുക. കാരണം നിങ്ങളുടെ കണ്ടന്റുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ചില റീയൂസ്ഡ് കണ്ടന്റുകൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെയുള്ള ഇൻഫർമേഷനുകൾ ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.